എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് കറക്ഷൻ ഡേറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ റിമാർക്സ് അതേപോലെ റിജക്ഷൻ വന്നിട്ടുള്ള ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള 1 വീക്ക് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കറൻ്റ്ലി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വീണ്ടും LBSന്റെ അടുത്തുനിന്ന് അവർ വെരിഫൈ ചെയ്യുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. അവിടെ പ്രൊവിഷണലി ആക്സെപ്റ്റഡ് എന്ന് പറയുന്ന മെസ്സേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ മാർക്കിലൊക്കെ കറക്ഷൻസ് വന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് അല്ലേ, നിങ്ങളെ LBS വെരിഫൈ ചെയ്തത് കറക്റ്റ് അല്ലേ എന്ന് നിങ്ങൾ ഇടയ്ക്കൊന്ന് പ്രൊഫൈലിൽ കയറിയിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സൊക്കെ തുടങ്ങാനുള്ള സമയമാണ്. സോ ഇനി അടുത്തത് വരാനുള്ളത് റാങ്ക് ലിസ്റ്റുകളാണ്. റാങ്ക് ലിസ്റ്റുകൾ ആദ്യം നമുക്കൊരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ്, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. അതിനുശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഡെക്സ് മാർക്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്ക് തെറ്റായിട്ടൊക്കെ ആണ് കൊടുത്തിട്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് റിക്കവറി ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ LBS തരുന്നതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം ചിലപ്പോൾ ഒരു ഡിലേ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം ബാക്കിയുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ഒന്നും അലോട്ട്മെൻറ്റ് ഇതുവരെ ഇതിൻ്റെ ആപ്ലിക്കേഷനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പൊതുവേ ഒരുമിച്ചാണ്, അതായത് LBS ആണെങ്കിലും മറ്റുള്ള PNC MAC AMCS FNCK എന്നൊക്കെ പറയുന്ന അലോട്ട്മെൻറ്റൊക്കെ ഒരുമിച്ചാണ് വരാറുള്ളത്. കുട്ടികൾക്ക് കുറച്ചും കൂടെ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ കുറച്ചും കൂടെ ആപ്റ്റ് ആവുന്നത് ഒരുമിച്ച് വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഒന്ന് കിട്ടിയാൽ മറ്റൊന്നിലേക്ക് നമുക്ക് പോവാം എന്നുള്ള ഒരു ഡിസിഷനൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ അലോട്ട്മെൻറ്റ്സ് എല്ലാം ഒരുമിച്ച് വരണം. കാരണം കേരളത്തിൽ നമുക്ക് LBS വഴി മാത്രമല്ല അഡ്മിഷൻസ്, മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് ബാക്കിയുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷൻ ത്രൂ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ഇനി ചിലപ്പോൾ ഈ റാങ്ക് ലിസ്റ്റും അതിനോടനുബന്ധിച്ച് വരുന്ന ഓപ്ഷൻ രജിസ്ട്രേഷനിലൊക്കെ LBSൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഡിലേ വരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ്, കേരളത്തിന് പുറത്തൊക്കെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. കാരണം നല്ല നല്ല കോളേജുകളെല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ സഹായങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നല്ല മികച്ച മാർക്കുള്ള കുട്ടികൾ മാത്രമായിരിക്കണം കേരളത്തിൽ വെയിറ്റ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് മറ്റൊരു ഓപ്ഷൻസ് ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും നമുക്ക് നല്ല കോളേജ് ചൂസ് ചെയ്യാമെന്നുള്ള ഒരു സമയത്തുമ്പോഴേക്കും ചിലപ്പോൾ സീറ്റുകളൊക്കെ ഫില്ലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. കേരളം വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇനി ഒരു 2-3 മാസങ്ങൾ എടുക്കും ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണെന്ന് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. See you. Take care.